നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 567 567. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 567. കഴിഞ്ഞ എപ്പിസോഡിൽ 57 സർക്കം കാളിയനും മുൻചരിത്രവും ദാവാഗ്നിപാനവും എന്നുള്ള സർഗം മുഴുമിപ്പിച്ചു. അതിൽ ലാസ്റ്റിലെ ശ്ലോകം 29 നമ്പർ അത് പറഞ്ഞു. എന്താണത്? വെളിപ്പുറം കാത്തരുൾവോൻ അനന്തവീര്യൻ വിഷം തീണ്ടിയ ശങ്ക തീർപ്പാൻ വിശന്ന വിശ്വേശൻ ഉടൻ ദവാഗ്നി വിഴുങ്ങി വേഗത്തിൽ വിനോദശീലൻ. ഒരു 1.5 ശ്ലോകമാണ്. എല്ലാ സർഗവും അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ, എന്താ പറയുക, ഒരവസ്ഥ. എടുത്താൽ പൊന്താത്ത അർത്ഥതലങ്ങളാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 58 സർഗം തുടങ്ങണം. വൃന്ദാവന ലീലകൾ ഒരു കോമൺ ഫാക്ടറാണത്. അപ്പോൾ അതിൽ 1-ാമത്തെ ശ്ലോകം പറയണു: പൈക്കൂട്ടങ്ങളെയും മുന്നിൽ നടത്തി നളിനേക്ഷണൻ കാലത്തണഞ്ഞാൻ ചങ്ങാതിമാരോടും നന്ദഗോകുലം. തലേ ദിവസം കാലത്ത് ഒറ്റയ്ക്ക് പശുക്കുട്ടികളെയും സതീർത്ഥന്മാരെയും കൂടി കൊണ്ടുപോയി കാളിന്തിയിൽ ചാടി കാളിയൻ്റെ മതമാത്സരങ്ങളൊക്കെ തീർത്തു. ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും ഈ എന്താണെന്നാ പറയുക, അത്യത്ഭുതമായ ലീല കാണാൻ വേണ്ടി അവിടെ എത്തി. ചിലവർക്ക് സങ്കടം, ചിലവർക്ക് ആവേശം, ചിലവർക്ക് ഉത്കണ്ഠ. അതൊക്കെ തീർന്നു ഭഗവാൻ കരയിലെത്തി. എല്ലാവരും ആശ്ലേഷിച്ചു, സ്തുതിച്ചു ഭഗവാനെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടാം എന്നുള്ള നിലയായി. കാരണം എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. മാത്രമല്ല, മുതിർന്ന സീനിയേഴ്സൊരു അഭിപ്രായം പറഞ്ഞു, ഏതായാലും ഇന്ന് നമ്മളാരും അന്നം കഴിക്കണ്ട, കുട്ടിക്കും ഒന്നും കൊടുക്കണ്ട. കൃഷ്ണൻ കുട്ടിക്ക് ഒന്നും കൊടുക്കണ്ട. കാരണം ഇനി എന്തെങ്കിലും വിഷത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അത് അങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് 4 ഭാഗത്തുനിന്നും ഒരു കാട്ടുതീയ പുല്ലുകളൊക്കെ കത്തി നശിച്ച്. അപ്പോൾ ഭഗവാൻ കൃഷ്ണ അങ്ങല്ലാതെ കണ്ട ആരുമില്ല, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എല്ലാവരോടും കണ്ണടച്ചോളാൻ പറഞ്ഞു. ആ അഗ്നിനെ പാനം ചെയ്തു. കണ്ണ് തുറന്നോളാൻ പറഞ്ഞു. അഗ്നിയൊന്നും കണ്ടതുമില്ല. അങ്ങനെ നേരം വെളുപ്പിച്ച് അവരെല്ലാവരും കൂടിയിട്ട് ഈ നന്ദഗോപുര വാസസ്ഥലമായ ഗോകുലത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾക്ക് നന്ദഗോകുലത്തേക്ക് എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്ലോകം അതാണ് ഉണ്ടായത്. പൈക്കൂട്ടങ്ങളെയും മുന്നിൽ നടത്തി നളിനേക്ഷണൻ കാലത്ത് അണഞ്ഞാൻ ചങ്ങാതിമാരോടും നന്ദഗോകുലം. ഉച്ചയോളം മയച്ചില അന്ന് ആരെയും ഗോകുലാധിപൻ ഊൺ കഴിക്കാൻ തളർന്നിടുക കാരണം. ഉച്ചയോളം ആരെയും പുറത്തേക്ക് അയച്ചില്ല. എല്ലാവർക്കും ഇവിടെ ചോറുണ്ടാക്കുന്നുണ്ട്. എല്ലാവരും വിഭവസമൃദ്ധമായിട്ട് സദ്യ കഴിച്ചിട്ട് പോയാൽ മതി. ഉച്ചയായോളം മയച്ചീല അന്ന് ആരെയും ഗോകുലാധിപൻ തലേനാളുൺ കഴിക്കാനു തളർന്നിടുക കാരണം. വേണ്ടത്ര വെള്ളവും പുല്ലും പൈക്കൾ കേകിച്ചു കേശവൻ. ഭഗവാൻ പശുക്കളുടെ കാര്യമൊക്കെ നോക്കി, നന്ദഗോപര് മനുഷ്യന്മാരുടെ കാര്യങ്ങളും നോക്കി. അപ്പോൾ ആരാ മേലെ? കേശവനാണ്. മിണ്ടാപ്രാണികൾക്ക് അന്നം എത്തിക്കുക, പുല്ലെത്തിക്കുക, അവർക്ക് വെള്ളം കാണിക്കുക, അതിനേക്കാൾ ക്ഷേമമായിട്ടൊന്നുമില്ല. പൈക്കൾ കേകിച്ചു കേശവൻ അമറേത്തു കഴിച്ച് അമ്പാർന്നുറങ്ങി ചെന്നറയ്ക്കകം. അറേ പോയി കടന്നുറങ്ങി. അമൃതേത്ത് അങ്ങനെ പറയാം, അമറേത്ത് എന്നാണ് പറയാം. മനസ്സിലായില്ലേ? ഭഗവാൻ ആഹാരം കഴിച്ച് അറയിൽ പോയിട്ട് സുഖമായിട്ട് പള്ളി കൊണ്ടു ഉറങ്ങി.
ഗോകുലത്തിങ്കലമ്മട്ടിൽ മായാ മനുജബാലകൻ. മായാ, ആ വാക്ക് ശ്രദ്ധിക്കണം. മായാ മനുജബാലകൻ ബലരാമനോടും കൂടി കളിയാടി വിളങ്ങവേ കാലത്തിൻ ദോഷമെന്നേതും ബാധിച്ചില്ല എങ്ങും മൂഴിയിൽ. കാലദോഷം എന്നുള്ളത് ഭൂമിയിൽ ഉണ്ടായില്ല. കാരണം എന്താ? ഭഗവാന്റെ സാന്നിധ്യം. അപ്പോൾ ആരാണ് ഭഗവാനെ കീർത്തിക്കണത്? ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭാഗവതീയ തൽപരന്മാരായിട്ടിരുന്നാൽ അവർക്ക് കാലക്കേട് സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ കാലത്തിൻ ദോഷമെന്നേതും ബാധിച്ചില്ല അങ്ങും മൂഴിയിൽ മഹിതാത്മാക്കളുൾ പോവിലതോർത്ത് ആനന്ദമേ വരും. മഹാന്മാർ ആനന്ദിച്ചു. ഈ ഭഗവാന്റെ ഓരോ ലീലാവിനോദത്തിൻ്റെ അനുഭവ സമ്പത്ത് അവർ പങ്കുവച്ചു. അണഞ്ഞാറി എത്രയും ചൂടാൽ പൊരിയും ഗ്രീഷ്മകാലവും വസന്തം പോലെ ശോഭിച്ചു വൃന്ദാവന ഗുണങ്ങളാൽ. വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ഗുണങ്ങൾ കൊണ്ട് അണഞ്ഞാർ എത്രയും ചൂടാൽ പൊരിയും ഗ്രീഷ്മകാലവും വസന്തം പോലെ ശോഭിച്ചു എന്നാ. അപ്പം എന്താണർത്ഥം? ഈശ്വരോപാസന ചെയ്യുന്നവർക്ക് ശീതോഷ്ണങ്ങൾ ഉണ്ടാവില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. ചൂടും തണുപ്പൊന്നും ഏൽക്കില്ല അവർക്ക്. നാരായണ ജയ 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 എന്ന് കീർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു അല്ലലും ഉണ്ടാവില്ല എന്ന് പറയണു. എന്നിട്ടോ അപ്പം അണഞ്ഞാറെത്രയും ചൂടാൽ പൊരിയും ഗ്രീഷ്മകാലവും വസന്തം പോലെ ശോഭിച്ചു വൃന്ദാവന ഗുണങ്ങളാൽ. അടുത്തത് മുകിൽ വർണ്ണൻ്റെ തൃക്കാൽ താരണിഞ്ഞ് ആഹ്ലാദമേൽക്കയാൽ ഉണങ്ങാതെ വിടം പച്ച പിടിച്ചു വിലസിയിടവേ. ഭഗവാന്റെ അതികോമളമായ പിഞ്ച് കാലുകൾ വൃന്ദാവനത്തിനെ അലങ്കരിക്കുക. കാരണം ചൂടുകാലത്തും വേനൽക്കാലത്തും ഒരു പുല്ലും ഉണങ്ങിയില്ല. അപ്പം എന്തായി അർത്ഥം? ഭഗവാന്റെ നാമരൂപങ്ങൾ സദാസമയം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉഷ്ണം തട്ടില്ല. എപ്പോഴും ഗ്രീനറി ആവും. ജീവിതം തന്നെ ഗ്രീൻ ലൈനിലാണ് ഓടിക്കൊണ്ടിരിക്കുക. എവിടെയും പോയാലും സ്റ്റോപ്പ് ആവില്ല. യെല്ലോ ആൻഡ് റെഡ് ലൈറ്റ് ഉണ്ടാവില്ല. ഗ്രീൻ ലൈറ്റാണ്. കാളിന്തി നീർകൊണ്ടെന്നെന്നും കൊഴുത്തു വനരാജികൾ. കാളിന്തി നീർ കൊണ്ട്, കാളിന്തിയിലെ വെള്ളം കൊണ്ട് എല്ലാം പശുമ നന്നായി പുഷ്ടിപ്പെട്ടു എല്ലാവരും. മറ്റത് കാളിയനെ പേടിച്ചിട്ട് ആരും കഴിക്കില്ല. കഴിച്ചാൽ തന്നെ വിഷമാണ്, ചത്തുപോവും. കാളിന്തി നീർ കൊണ്ടെന്നെന്നും കൊഴുത്തവൻ അവനരാജികൾ. അതായത് പിന്നെ നല്ല പച്ചപ്പ് ഒക്കെ ഗംഭീരായി. കൊഴുത്തവൻ രാജികൾ പൂക്കൾ തൻ പുതു സൗരഭ്യം. നല്ല മണമുള്ള പൂക്കളുടെ സൗരഭ്യം കൊണ്ട് എങ്ങെങ്ങും വീശി നിൽക്കവേ ചീവീടുകൾക്കെഴും ശബ്ദം. ഈ ചീവീട് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം ചിലപ്പോൾ അരോചകമായിട്ട് തോന്നും കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ. ഇനി അതുകൊണ്ടുള്ള പറയാം. അപ്പോൾ ചീവീടുകൾക്കെഴും ശബ്ദം കേൾക്കാത്ത വിധം അത്രയും വെള്ളച്ചാട്ടങ്ങളാൽക്കും കാതമുള്ളം കുളിർക്കവേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി. ചീവീടുകളുടെ ഘോരമായ അതിഘോരമായിട്ടുള്ള ശബ്ദത്തിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം കൊണ്ട് കാതുകൾക്ക് കുളിർമയുണ്ടായിരുന്ന. എന്താ കവിഭാവന! കാതും ഉള്ളും കുളിർക്കവേ. കാതും മാത്രമല്ല, മനസ്സും കുളിർക്കവേ. ആറ്റിൽ കുളിച്ച് ഇലഞ്ഞിപ്പൂമണവും പൂശിമല്ലവേ പരാഗത്തിൻ്റെ പൊന്മാല അണിഞ്ഞഴകിൽ അങ്ങിനെ. ഇതിൻ്റെ മുമ്പേയും ഇലഞ്ഞിപ്പൂക്കളെ പറ്റി വിസ്തരിച്ചിട്ടുണ്ട്. ചെറിയ പൂക്കാണ്, നടുവിലൊരു ദ്വാരമുണ്ടാവും. അപ്പോൾ നൂല് കൊണ്ട് ഇങ്ങനെ കോർത്ത് കുട്ടികൾ ആനന്ദിക്കും. കുരുവമ്പലം ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്തിൽ 2 അലഞ്ഞിമരമുണ്ട്. അത് പൂക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണം കുട്ടികൾക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ആണിത് പൂക്കുക. അപ്പോൾ ഈ ഒരു 22 ദിവസത്തെ കളമെഴുത്ത് പാട്ടുണ്ടാവും. കുട്ടികൾ ഈ പൂമാല കെട്ടാനാണ് വരിക. ആ പൂമാല കെട്ടി അവരവരുടെ വീട്ടിൽ പോയിട്ട് ഫോട്ടോന് കേടും. അത് ചിലപ്പോൾ അടുത്ത കൊല്ലം വരെയൊക്കെ ഇരിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. വൃന്ദാവനത്തിന് ആനന്ദ സംഭ്രമം കിളരും വിധം മണയും വാർമണി തന്നല്ല ആഹ്ലാദം വീശവേ. പോരെങ്കിൽ വൃന്ദാവനത്തിന് ആനന്ദ സംഭ്രമം കിളരും
എപ്പോൾ നോക്കിയാലും ആനന്ദ സംഭ്രമം തർക്കമില്ല, ദുഃഖമാവാണ്ടിരുന്നാൽ മതി. ആനന്ദ സംഭ്രമം വിധം അണയും വാർമണിത്തെന്നൽ ആഹ്ലാദം വാരി വീശവേ സദാസമയത്തും പൊന്നിൻ കുടമണിമാല കുലുക്കി കൊണ്ടുപൈക്കളും അമ്പാർന്ന് അമ്പുജനേത്രൻ്റെ മുമ്പിൽ നടക്കവേ. ഭഗവാനെ തിക്കിത്തിരക്കി ഗോക്കൾ അവരുടെ കഴുത്തിൽ തൂക്കിയിട്ടുള്ള പൊന്നിൻ കുടമണിമാല, ചെമ്പിൻ്റെ പിച്ചളുടെ ഒന്നല്ല, സ്വർണത്തിൻ്റെ എന്നാണ് പറഞ്ഞത്, കുലുക്കിക്കൊണ്ട് പൈക്കളും അമ്പാർന്ന് അമ്പുജനേത്രൻ്റെ മുമ്പിൽ നടക്കവേ ചങ്ങാതിമാരോടും ചേർന്നു കളിപ്പാൻ കമലേക്ഷണൻ വൃന്ദാവനത്തിൽ വന്നെത്തി മിന്നി രാമൻ്റെ കൂടവേ. അപ്പോൾ കുറച്ച് പേജുകളിൽ ഇപ്പം മിന്നി എന്നുള്ളത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ 144 എന്നാണ് എഴുതി വെച്ചത്. 144 കഴിഞ്ഞു. അത് എത്രയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 പേജിലും ആ മിന്നിന്ന് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് 4 5 6 വന്നിട്ടില്ല. 7 8 മിന്നിന്ന് വന്നിട്ടില്ല. 143 വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 144 ശരിയാവാം. അതെ, 144 ശരിയാവും. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ശേഷം 145 ഇവിടെ വരുന്നുണ്ട്. എന്തോ ആവട്ടെ. അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തെറ്റ് തീർത്താം. എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ ബലരാമനോടും കൂടി ചങ്ങാതിമാരോടും ചേർന്നു കളിപ്പാൻ കമലേക്ഷണൻ വൃന്ദാവനത്തിൽ വന്നെത്തി മിന്നി രാമൻ്റെ കൂടവേ. പീലിപ്പൊന്മുടിയും പില്ലാങ്കുഴലും വനമാലയും മണികുണ്ടലവും പൊൻകിങ്കിണിയും കളകാഞ്ചിയും ഭഗവാനെ ഇങ്ങനെ വർണ്ണിക്കുന്നതാണ്. കാലിക്കോലും, കാലീനെ മേയ്ക്കുന്ന കോല്, കാലിക്കോലും കസവണി മഞ്ഞപ്പട്ടുടയാടയും കുനുകുന്തളവും, തലമുടി കുനുകുന്തളവും ഗോപിക്കുറയും മന്ദഹാസവും കണ്ട് ആ വഴിക്കെങ്ങോ പോകും പതികരേവരും. ആ വഴിക്ക് നടന്നു പോകുന്ന കാൽനടയായിട്ട് യാത്രയായിട്ട് പോകുന്ന സജ്ജനങ്ങളെ ആനന്ദവിവശന്മാരായി അവിടെ തന്നെ നിൽക്കയാം. എന്താ കാരണം? ഇത്ര നല്ല ഭൂപ്രസാദമുള്ളൊരു സ്ഥലം അവർ കണ്ടിട്ടില്ല. കാരണം എന്താ? കേശവൻ്റെ സാന്നിധ്യം. വഴി കൂടി നടന്നു പോകുന്ന വഴിപോക്കരെ വൃന്ദാവനത്തിലെത്തി അവിടെ നിൽക്കുകയായി. കാരണം അവിടെയുള്ള വെള്ളച്ചാട്ടവും മൃദുമന്ദഹാസം പൊഴിക്കുന്ന ആൾക്കാരും തെന്നലും നല്ല സൗരഭ്യം വീശുന്ന തെന്നലും എല്ലാം കൂടി ആകുമ്പോൾ ആനന്ദവിവശന്മാരായവിടെ തന്നെ നിൽക്കയാം. പീലിക്കിരീടം തല്ലൊന്നു ചിരിച്ചും കൊണ്ടു കോമളന്ത്രക്കാൽ പിണച്ചു നിന്നമ്പാർന്നോടക്കുഴൽ വിളിച്ചിടും. ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള ഏറ്റവും അതികോമളമായിട്ടുള്ള ഒരു ശ്ലോകത്തിൻ്റെ മലയാള ഭാഷയാണ്. പീലിക്കിരീടം തെല്ലൊന്ന് ചിരിച്ചും കൊണ്ടു കോമളന്ത്രക്കാൽ പിണച്ച് നിന്ന് അമ്പാർന്നോടക്കുഴൽ വിളിച്ചിടും. താളം പിടിക്കും താലാങ്കൻ തൃക്കൈ വളകിലുങ്ങവേ ഗോകുലത്തിങ്കലം മട്ടിൽ മേവും ദേവകളൊക്കെയും നടന്മാർ നടരെ പോലെ വാഴ്ത്തിയിടും രണ്ടുപേരെയും. ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആൾക്കാർ വാഴ്ത്തി സ്തുതിക്കും. അപ്പോൾ നടന്മാർ നടരെ പോലെ വാഴ്ത്തിയിടും രണ്ടുപേരെയും. കാർവർണ്ണൻ നൃത്തമാടിയിടും പാടും ബാലകരേവരും. എല്ലാ ബാലന്മാരും അതികമനീയമായിട്ട് പാട്ടുപാടും. ചിലപ്പോൾ പാടിയിടും രാമൻ ചൊല്ലും നന്നെന്നു മാധവൻ. ഏട്ടൻ പാടിയാൽ പറയും ഏട്ടാ കസർത്തിട്ടോ. കിടുകാച്ചിയായിരുന്നു. ഈ കിടുകാച്ചി എന്നൊക്കെ അന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ശബ്ദഘോഷം വരാൻ പാടില്ലല്ലോ അല്ലേ? ചിലപ്പോൾ പാടിയിടും രാമൻ ചൊല്ലും നന്നെന്നു മാധവൻ. ഗോപബാലകരെല്ലാവരും ഒപ്പം നൃത്തം തുടങ്ങിയിടും. വിട്ടുകൊടുക്കില്ല. എല്ലാവരും കൃഷ്ണനെ അനുകരിച്ചും കൊണ്ട് അതിമനോഹരമായിട്ട് നൃത്തം തുടങ്ങിയിടും. കഴുത്തും പൊക്കി നോക്കിയിടും പൈക്കളും മാൻകിടാങ്ങളും. ദൂരത്ത് അടുത്ത് നടക്കുമ്പോൾ ഒന്നിങ്ങനെ കഴുത്തൊക്കെ പൊന്തിച്ച് നോക്കും പൈക്കിടാങ്ങളും പോരെങ്കിൽ മാൻകിടാങ്ങളും. കഴുത്തും പൊക്കി നോക്കിയിടും പൈക്കളും മാൻകിടാങ്ങളും ആനന്ദാകുലരായി നോക്കും. അത്ഭുതപ്പെട്ടു ദേവകൾ. ആകാശത്ത് നിന്ന് ദേവന്മാരും ദേവിമാരും എല്ലാവരും അത്ഭുതം കൂടിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഇങ്ങനൊരു നൃത്തോത്സവം
എല്ലാ ചതുർയുഗങ്ങളും ദ്വാപര യുഗത്തിൻ്റെ അവസാനം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ദ്വാപര പിന്നെ അതെ യുഗത്തിൻ്റെ അവസാനമാണ് കൃഷ്ണൻ പിന്നെ എന്താ പറയുക, സ്വധാമപ്രാപ്തി പ്രാപിക്കുന്നതോടുകൂടി കലികാലം തുടങ്ങുകയും ചെയ്യും. അപ്പോൾ 3 യുഗങ്ങൾ അല്ലേ, 3.25 യുഗം കഴിഞ്ഞു അങ്ങനെ പറയാം. ചതുർയുഗങ്ങളിൽ 3.25 അത് 4ാമത്തെ അല്ല അതെ ഈ ദ്വാപര കൂടി കഴിഞ്ഞാൽ കൃതയുഗം, പിന്നെ ത്രേതായുഗം, പിന്നെ ദ്വാപരയുഗം, പിന്നെ കലിയുഗം അല്ലേ. അപ്പോൾ പറഞ്ഞു ആനന്ദാകുലരായി നോക്കും അത്ഭുതപ്പെട്ടു ദേവകൾ, കാൽച്ചിലമ്പം കൈവളയും കുലുക്കി കൊണ്ട് കുട്ടികൾ പന്തടിച്ചു കളിച്ചിടും ഭാണ്ഡീരച്ചോട്ടിൽ നിത്യവും. ഭാണ്ഡീരം എന്ന് പറഞ്ഞാൽ ആല് എന്ന് വേണമെങ്കിൽ പറയാം, വലിയ ആല്. ഭാണ്ഡീരച്ചോട്ടിൽ നിത്യവും കുമിഴൻ കായ കോൽത്തുമ്പിൽ കോർത്തു വെണ്ണിലെറിഞ്ഞിടും. കുമിഴിൻ കായ, കുമിഴ് ഒരു മരമാണെന്ന് എനിക്കതിനെ പറ്റി നല്ല ധാരണ ഇല്ല കേട്ടോ, തള്ളാൻ പാടില്ലല്ലോ, അറിയണ ആൾക്കാരുണ്ടാവുമല്ലോ ശ്രോതാക്കളിലെ. കുമിഴിൻ കായ കോൾത്തുമ്പിൽ കോർത്തു വെണ്ണിലെറിഞ്ഞിടും, ശ്വാസം വിടാതെ കണ്ടോടിത്തൊടും മന്യോനമേ വരും. അത് താഴെ വീണതിൻ്റെ മുമ്പേ ആരെ തൊഴണു, അവർ തോറ്റു എന്നൊക്കെ ആവും കളിയിലെ. പരസ്പരം പോരടിക്കും പല വാദങ്ങൾ ചെയ്തിടും, മന്യോനം ഉന്തി വീഴ്ത്തിയിടും, അമ്പാർന്ന് ആക്ഷേപമോതിടും. തമ്മിൽ അവരെ ഉന്തിത്തള്ളി താഴത്തിടും. ചിലവർ കരയും, ചിലവർ ചിരിക്കുന്ന ആൾ വീണമ്പ കരയും, അപ്പോൾ അതുവരെ കരഞ്ഞിരുന്ന ആൾ ചിരിക്കും. അങ്ങനെയാണ്. പരസ്പരം കുറ്റം പറയും, സന്തോഷിക്കും, ആലിംഗനം ചെയ്യും. അതാണല്ലോ കുട്ടിക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞു പരസ്പരം പോരടിക്കും പല വാദങ്ങൾ ചെയ്തിടും, അന്യോന്യം ഉന്തി വീഴ്ത്തിയിടും, അമ്പാർന്ന് ആക്ഷേപമോതിടും. ആരോട്? ഭഗവാനോട്. കൺപൊത്തി നിന്നുടൻ മുമ്പിൽ വന്നോർതൻ പേർ വിളിച്ചിടും, ചെങ്കോൽ പിടിച്ചവരോടും കൽപ്പിക്കും ചക്രവർത്തിയായി. അതാ ഈ കുട്ടിക്കളിയിലാണ് കള്ളനും പോലീസും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് കളിക്കും കുട്ടികൾ തന്നെ. അതാണ് ചെങ്കോൽ പിടിച്ചവരോടും കൽപ്പിക്കും ചക്രവർത്തിയായി. പാർത്തട്ട് ഇതിൻ മരകഥ പതക്കം പോലെ മിന്നുപോന്. ഈ ഭൂമിയിൽ വലിയ ഒരു മരതക പതക്കം പോലെ മിന്നുന്ന കൃഷ്ണൻ, പച്ച നിറ. നാൾ തോറും നവമാം മട്ടിൽ, പുതിയ മട്ടിലെ നന്ദഗോപ പ്രിയാത്മജൻ, നന്ദഗോപർക്ക് പ്രിയമായിട്ടുള്ള ആ കുട്ടി രാജാവായും മന്ത്രിയായും രാധയായും മനോഹരൻ അമ്പാർന്ന് അഭിനയിച്ചിടും ഗോപപാലകരെ വരും. അപ്പോൾ ഇവിടെ ആ 2ാമത്തെ വരിയിൽ 27ാമത്തെ ശ്ലോകം, രാജാവായും മന്ത്രിയായും രാധയായും, അതാരുടെ വകയാ? അതാണ് നമ്മുടെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയുടെ. കാരണം വ്യാസചരിതമായ അതിൽ രാധ എന്നുള്ളതില്ല. കാരണം അത് ട്രാൻസ്പൂ എന്നാണ് പറയുക. രാധ എന്നുള്ള ശബ്ദം ഉച്ചരിച്ചാൽ സ്നേഹം പ്രേമം ഘനീഭവിച്ചതാണ്. സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം ഘനീഭവിച്ചതാണ് അത്ര രാധ. അതുകൊണ്ട് രാധ എന്നുള്ളത് ഭാഗവതത്തിലില്ല. പക്ഷേ ഇദ്ദേഹം സ്വാതന്ത്ര്യം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അമ്പാർന്ന് അഭിനയിച്ചിടും ഗോപപാലകരെ വരും, രാമനും കയ്യടിച്ചാർത്തു പോം മട്ടിൽ അതിമോഹനൻ പല വേഷങ്ങളും കെട്ടിക്കളിക്കും അഖിലേശ്വരൻ. 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ഈ ലോകത്തിലുണ്ടെന്നാ. അതിൽ കോടാനുകോടി ജീവികളുണ്ട്. അതിലൊക്കെ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണപ്രകാരം ഭഗവാൻ ചൈതന്യവത്തായിട്ട് ബ്രഹ്മസ്വരൂപനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേഷം കെട്ടാനാണോ ബുദ്ധിമുട്ട്? അല്ല. അതൊക്കെ കാണാൻ ഭാഗ്യം ചെയ്ത പൂർണ്ണ ഭാവന ഉള്ളവർക്കൊക്കെ ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ജന്മയാനന്ദം ഒക്കെ അനുഭവിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഹനുമാനായി വരും ഇടയ്ക്കുടൻ വാമനമൂർത്തിയാം, കാളപ്പുറത്തു കയറി ശിവനായെഴുന്നള്ളണം. അല്ലേ? എന്തൊക്കെ ഈ ഭൂമണ്ഡലത്തിൽ ആനന്ദം അനുഭവിക്കാനുള്ള യോഗമുള്ളവർക്കൊക്കെ അനുഭവിക്കാം. ഹനുമാനായി വരും ഇടയ്ക്കുടൻ വാമനമൂർത്തിയാം, കാളപ്പുറത്തു കയറി ശിവനായെഴുന്നള്ളണം. ജ്യേഷ്ഠൻ ഞാൻ പാർവതീദേവി എന്നോതിവാർ കുന്തളം പകഞ്ഞു പനി നീർപ്പൂവും ചോടി മന്ദസ്മിതത്തോടും. അയ്യോ ഇല്ലേ? അയ്യോ എന്നുള്ളത് ശിവ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാണ്ട് ഈ എന്താ പറയുക,
യമൻ അങ്ങനെ ഒരാളുണ്ടല്ലോ അല്ലേ. അപ്പോൾ യമൻ്റെ സഹോദരിയാണത്രേ ആരെ, അയ്യോ. അയ്യോ എന്നുള്ളത് ഒരു സ്ത്രീലിംഗ, അയ്യോ എന്ന് പറയാൻ പാടില്ല എന്ന്. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താ അയ്യോ എന്നുള്ളത്, അത് ആശ്ചര്യം എന്നുള്ള അർത്ഥത്തിലാണ്. വീണാലും അല്ലേ, വഴുതി വീണാലും പിടിച്ചു നിൽക്കട്ടെ നമ്മളെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ജ്യേഷ്ഠൻ ഞാൻ പാർവതി അപ്പോൾ ശിവനായ എഴുന്നള്ളണം, ശിവൻ അല്ല ഏട്ടൻ പറയണേ, ഏട്ടാ അങ്ങ് കാളപ്പുറത്ത് ശിവനായിട്ട് വരൂ, ഞാൻ ഈ തലമുടിയിൽ കുറച്ച് പൂവൊക്കെ വെച്ചിട്ട് മഞ്ഞപ്പട്ട് സാരിയാക്കി കൊടുത്ത് ദാവണിയൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ പാർവതി ദേവിയായിട്ട് വരാം. ഞാൻ പാർവതി ദേവി എന്നോതി വാർക്കുന്തളം മകഞ്ഞു പനിനീർപ്പൂവും ചൂടി മന്ദസ്മിതത്തോടും പട്ടും പുതച്ചുതൻ പിന്നിലിരിക്കും പത്മലോചനൻ. മൈ ഗുഡ്നസ്, എന്താ ഒരു സ്വാതന്ത്ര്യം, ആവിഷ്കാരം, കൽപ്പന, എന്താണ് പറയുക, സാങ്കല്പിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ വിനോദം. അപ്പോൾ പട്ടും പുതച്ചുതൻ പിന്നിലിരിക്കും പത്മലോചനൻ, അവിടെ പത്മലോചനൻ പിന്നിലിരിക്കുക എന്നൊക്കെ ഉള്ളത് പ്രാസാണ്. ഒരേ വാക്കുകൾ. ഇടയ്ക്ക് അശോകവൃക്ഷത്തിൽ ചോട്ടിൽ ജനകപുത്രിയായി എല്ലാ കഥാപാത്രങ്ങളെയും അദ്ദേഹം അനുകരിക്കും. അശോകമരം കണ്ടാൽ അതിൻ്റെ ചോട്ടിൽ കുന്തിച്ച് തല കുനിച്ച് തലയിലൊരു മുണ്ടിട്ട് സീതാദേവിയായിട്ട് അഭിനയിക്കുന്ന അപ്പോൾ പറഞ്ഞു ഇടയ്ക്ക് അശോകവൃക്ഷത്തിൽ ചോട്ടിൽ ജനകപുത്രിയായി ഇരുന്ന് മുമ്പാകെ ഒരു പുൽത്തുമ്പിട്ട് ഉര ചെയ്തിടും. പരസ്ത്രീയോട് നിർലജ്ജം വിളിച്ചിടുന്നു കശ്മല. രാവണനെ വെച്ച് കീറുകയാണ്. എന്താ, പരസ്ത്രീയോട് നിർലജ്ജം വിളിച്ചിടുന്ന കശ്മല. അതൊക്കെ നമുക്കുള്ള ഗുണപാഠങ്ങളാണ്. പതിവ്രതയ്ക്കു നിന്മേന്മ വെറും തുച്ഛം നിശാചര. പതിവ്രതയ്ക്ക് നിന്മേന്മ വെറും തുച്ഛം നിശാചര ഗുണപാഠാണ്. പതിവ്രതയായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഭൂലോകത്ത് അസാധ്യമായിട്ടൊന്നുമില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. അപ്പോൾ മടികൂടാതെ ചെന്നോതു മണ്ടെതിരിയോടൊക്കെയും, മടികൂടാതെ ചെന്നോതു മണ്ടോതിരിയോടൊക്കെയും, പേർ കേട്ട തറവാടിങ്കൽ പിറന്നുള്ളവളാണു ഞാൻ, പേർ കേട്ട തറവാടിങ്കൽ പിറന്നവളാണു ഞാൻ. സീതാദേവി ഒരു പുല്ലിനെ ഇട്ടിട്ട് പറയാണ്, കാമത്തിനടിമപ്പെട്ടു നശിക്കാതെ ഇനിയെങ്കിലും. നമ്മളോട് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഭഗവാൻ ഓരോരോ കഥാപാത്രങ്ങളെ മുൻനിർത്തി വെച്ചിട്ട് പലതരത്തിലുള്ള ഉപദേശങ്ങൾ തരുന്നുണ്ട്. 8, 10, 12 വയസ്സിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ നമുക്ക് സംഭവിക്കില്ല. ഇന്ന് ഒരു യൂട്യൂബ് ന്യൂസ് കേട്ടു. ഏതോ ഒരു പെൺകുട്ടി 2 ആൾക്കെതിരെ തെറ്റായിട്ട് എന്നെ ഉപദ്രവിച്ചു പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോസ്കോ നിയമപ്രകാരം 2 ആൾക്കാരെ പിടിച്ച് ജയിലിലടച്ചു. അവർ കുറേ കാലം ജയിലിൽ നടന്ന് പിന്നെ ഈ കുട്ടിക്കൊരു ബോധോദയുണ്ടായി. പോലീസ് പോയി പറഞ്ഞു, ഞാൻ അറിയാണ്ട് ചെയ്തു പോയൊരു തെറ്റാണ്, ഇത്ര ശിക്ഷ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് നിരുപാധികം അവരെ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് സമയത്താണ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ദുർനിമിത്തം തോന്നിയത്? അത് മായയാണ്. കാരണം ഈ ആൾക്കാർക്ക് പേര് ദോഷം വരാനും ജയിലിൽ അനുഭവിക്കാനുള്ള യോഗം ഞാൻ അത്രേ പറയുള്ളൂ. പരമശയില്ലേ, അത് ശരിയോ തെറ്റോ അത് വേറെ കാര്യം. പരമശയില്ലേ, അതാണ് പേർ കേട്ട തറവാടിങ്കിൽ പിറന്നവളാണു ഞാൻ, കാമത്തിനടമപ്പെട്ടു നശിക്കാതെ ഇനിയെങ്കിലും രാമചന്ദ്രൻ്റെ തൃക്കാൽക്കൽ നമിക്കൂ നന്മ കൈവരാൻ. നമ്മളിപ്പോൾ ഏകദേശം ഈ എന്താ പറയുക, കർക്കിടക മാസം കഴിയാൻ പോവുകയാണ് അല്ലേ, 4-5 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാമായണം വായിച്ച് അടച്ചു വയ്ക്കരുത്. രാമായണത്തിലെ കഥാപാത്രമായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ നീതിസാരങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് രാമചന്ദ്രൻ്റെ തൃക്കാൽക്കൽ നമിക്കൂ നന്മ കൈവരാൻ, തൻ കാന്തയോട് മറ്റുള്ളവർ പെരുമാറേണ്ടതെങ്ങനെ പഠിക്കുക. ഇനി എന്നാലും നരയ്ക്കാറായ രാക്ഷസ, തലമുടിയൊക്കെ നരച്ച് കാലഗതി പോകാറായി, ഇനിയെങ്കിലും നമുക്ക് നന്മ വരട്ടെ.
എഴുന്നേറ്റുടൻ അശ്രദ്ധം പിന്തിരിഞ്ഞെഴുന്നള്ളിയും ഉടൻ അശ്രദ്ധം എഴുന്നള്ളിടും ഈ മട്ടെഴും പല ലീലാവിലാസങ്ങളിലേ വരും. ഇത് വൃന്ദാവന ലീലയിൽ രാമായണം അഭിനയിച്ചു എന്നാ. അപ്പോൾ ഈ മട്ടെഴും പല ലീലാവിലാസങ്ങളിലേ വരും, വിശപ്പും ദാഹവും തീരെ മറന്നിങ്ങനെ നിന്നുപോം. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയില്ലേ? അതായത് ഈശ്വരീയമായ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചാൽ ലൗകികമായിട്ടുള്ള വിഷമങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഈ വിശപ്പ് എന്നുള്ളത് ലൗകികമാണ്. വെറുതെ ഇരുന്നാൽ വിശപ്പ് തോന്നും. മഴക്കാലത്ത് വിശപ്പ് ജാസ്തിയാവും ആൾക്കാർക്ക്. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ, ഞാനിപ്പോൾ ഈ പ്രായത്തിലും ഇപ്പോൾ എന്തരായി, ഇപ്പോൾ 72 കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ഈ രീതിയിൽ പ്രഭാഷണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. ക്ഷീണിക്കും. ഒരാട്ടുംകുട്ടിയെ തിന്നണം എന്നൊക്കെ തോന്നും. ഞാൻ തിന്നാറില്ല, അത് വേറെ കാര്യം. പ്യൂർ വെജിറ്റേറിയനാണ്. അപ്പോൾ 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും. എന്താ പച്ചവെള്ളം കുടിക്കാം? കാരണം ഫിൽറ്ററിലത്തെ പച്ചവെള്ളം കുടിച്ചാൽ ഓക്സിജൻ നഷ്ടം വരില്ല. തിളപ്പിച്ചാൽ ഓക്സിജൻ നഷ്ടം വരും. അപ്പോൾ കുറച്ച് കാശ് ചിലവായാലും നല്ലൊരു ഫിൽറ്റർ വാങ്ങി വയ്ക്കുക. പിന്നെ എന്താ ഫിൽറ്ററുണ്ട്, അത് ടാങ്കിൽ വെച്ചിട്ടുണ്ട് ഫിൽറ്റർ. ഇതിനെന്താ പറയുക, പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ. അത് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വാട്ടർ പ്യൂരിഫയർ കൂടെ വരുന്ന ശുദ്ധവെള്ളം കുടിക്കാനേ, അപ്പോൾ ഉഷാറുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് നിലക്കടലൊക്കെ വറുത്ത് വയ്ക്കും. പിന്നെ അത്തിപ്പഴം വാങ്ങി വയ്ക്കും. പിന്നെ ബദാം വാങ്ങി വറുത്ത് വയ്ക്കും. എങ്ങനെയാണ് വറുക്കുക? എണ്ണയിലല്ല, സാൾട്ട് പൊടിയുപ്പ് നന്നായിട്ട് ചൂടാക്കുക, അതിലിട്ടിട്ട് വരട്ടിയാൽ നല്ല ക്രിസ്പായിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ വേണ്ടേ കുറിക്കാൻ? വായലിട്ട് കുറിക്കുക, ഭാഗവതം വായിക്കുക. കാലത്ത് 1 മണിക്കൂർ, കൃഷ്ടി 50 മിനിറ്റ് 55 മിനിറ്റ് ശ്രീമദ് ഭാഗവതം മൂലം പറയാം. ഇത് സമയത്തിനനുസരിച്ച് 35 മിനിറ്റ് മുതൽ 40-50 മിനിറ്റ് വരെ ശ്രീകൃഷ്ണ കഥാമൃതം പറയാം. എപ്പോഴും എൻഗേജഡ് ആവുക. ഇപ്പോൾ ഇന്ന് എൻ്റെ സഹോദരി ഒരു 100 ദിവസമായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ അമേരിക്കയിലേക്കൊക്കെ പോയി വന്നു, അവരെ കൊണ്ടാക്കി. ഇപ്പോൾ പണ്ടത്തെ പോലെ ഞാനൊരാദ്യം മാത്രം. ഇന്ന് വേണം എൻ്റെ ചേച്ചിക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ. ചേച്ചിയോട് വളരെ സംസാരിക്കാൻ സമയം കിട്ടാറില്ല. ഏത് ചേച്ചി? ബോംബെ ചേച്ചി. അപ്പോൾ ഇതൊക്കെ എന്തിനപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഐ ആം വെരി ഹാപ്പി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ മട്ടെഴും പല ലീലകളാണിത് അടങ്ങണത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേര് ലീല എന്നാണ്. ലീല ചേച്ചി. ഞാൻ ലൈലാമ്മ ചേച്ചി എന്ന് പറയും സ്നേഹം കൊണ്ട്. ഈ മറ്റെഴും പല ലീലാവിലാസങ്ങളിലെ വരും, വിശപ്പും ദാഹവും തീരെ മറന്നിങ്ങനെ നിന്നുപോകും. ചേച്ചിയുടെ ചെയ്തികളൊക്കെ എനിക്ക് വിശപ്പും ദാഹവും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ചേച്ചിയോടെ ഞാൻ പറഞ്ഞത്. അക്കാലത്ത് ഒരു നാൾ ആരും അറിയാതെ അളിവർണ്ണനെ ഉപായത്തിൽ എടുത്തോടാനുടൻ ഗോപാലരൂപനായി ഒരു കംസൻ്റെ ഭൃത്യൻ ഒരാൾ എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ അപായപ്പെടുത്തണമെന്ന് വിചാരിച്ചു. എന്നിട്ട് അക്കാലത്തൊരു നാളൊരു ആരും അറിയാതെ അളിവർണ്ണനെ എന്ന് പറഞ്ഞാൽ താമരദള ലോചന, അല്ലെങ്കിൽ താമര തണ്ട് പോലെ ലോലമായ കൈകാലുള്ളവൾ എന്നൊക്കെ അർത്ഥം പറയും. പക്ഷെ സംഗതി ഉരുക്കാന്നുള്ളത് എന്നെപ്പോലുള്ള ചൊല്ലാൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ലീലകൾ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീലകൾ വർണ്ണിക്കുക. കാരണം വേണമെങ്കിൽ കേശി എന്ന അസുരൻ ഒരു കുതിരയായിട്ട് വന്ന് ഭഗവാനെ തോൽപ്പിക്കാൻ വേണ്ടി കടിക്കാൻ വന്ന അവ കൊടുത്തു കയ്യെ. അത് ഉരുക്കാക്കി കൊടുത്തു. കയ്യോട് ഉരുക്കാക്കി. പല്ലൊക്കെ കൊഴിഞ്ഞു, ശ്വാസതടസ്സം വന്നു, കുതിര ചത്തു വീണു. അപ്പോൾ ഭഗവാന്റെ ലീലകൾ വേറെ അല്ലേ? അപ്പോൾ അക്കാലത്തൊരു നാൾ ആരും അറിയാതെ അളിവർണ്ണനെ ഉപായത്തിൽ എടുത്തോടാനുടൻ ഗോപാലരൂപനായി അങ്ങിങ്ങ് നോക്കിയും കൊണ്ട്
കൂട്ടത്തിലൊരു ദാനവൻ, ഒരു രാക്ഷസൻ, അസുരൻ. ഉറയ്ക്കുള്ളിൽ ഒളിഞ്ഞിടും ഉറുമിക്കൊത്ത കശ്മലൻ തീടും. ഉറുമി എന്ന് പറയുന്നത് ഈ കളറിപ്പയറ്റിൽ ഉപയോഗിക്കുന്ന ഒരു നീണ്ടിട്ടുള്ള ഒരു പട്ട പോലെ അതാണ്, വീശും, അതാണ് ഉറുമിക്കൊത്ത കശ്മലൻ. 2 ഭാഗം മൂർച്ചയാണല്ലോ. അവരങ്ങനെ ലീലയാടവേ ചെന്നവരും ചെറ്റിയതാണ് അണഞ്ഞ് അമന്തം, മന്ദല്ല അമന്തം, പെട്ടെന്നാണ് അർത്ഥം. കവരാൻ പഴുതോർത്ത്, എടുത്തുകൊണ്ട് ഓടാൻ പഴുതോർത്ത്, കംസമന്ത്രി പ്രവരൻ പേരിയലും പ്രലംബദൈത്യൻ. പ്രലംബൻ എന്ന് കംസൻ്റെ രാജധാനിയിൽ മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഒരു കശ്മലൻ ആണ് ഈ ഒരു പരിപാടി ചെയ്തത്. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശിനി ലീലാകാണ്ഡേ അഷ്ടപഞ്ചാശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ അവനോട് കൊല്ലുക, നമുക്ക് പ്രലംബാസുരവധം കഴിക്കുക അല്ലേ. കാരണം രാത്രി ഉറങ്ങുമ്പോൾ നമുക്കൊരു എന്താണെന്ന് പറയുക, ഈ അസുരന്മാരെ വളർത്തരുത് മനസ്സിൽ. അപ്പോൾ പ്രലംബാസുരവധം 59-ാം സർഗം പ്രലംബാസുരവധം. അവൻ പരുങ്ങിയിടുവതായി അറിഞ്ഞ നിഖിലേശ്വരൻ, ഈശ്വരൻ്റെ കണ്ണ് തെറ്റിക്കാൻ പറ്റില്ല എന്ന് ഞാനും നിങ്ങളോട് ഉറപ്പിക്കുക. എന്നാൽ എന്തുണ്ട്, അരുതാത്ത് നമ്മൾ ചെയ്യില്ല. ഈശ്വരഹിതത്തിന് എതിരായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണത് എപ്പോഴാണ്? ഈശ്വരന് നമ്മൾ ചെയ്യണത് അറിയണില്ല എന്ന് വിചാരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ എന്താ, അവൻ പരുങ്ങിയിടുവതായി അറിഞ്ഞ് നിഖിലേശ്വരൻ, എല്ലാറ്റിനും എല്ലാം അറിയുന്ന ആളാണ്. നിഖിലേശ്വരൻ അടുത്തു ചെന്നുടൻ മെല്ലെ ചിരിച്ചാൻ വിശ്വഭാവനൻ. തന്നെ വധിക്കാൻ വരുന്ന ആളോട് ചിരിക്കാൻ സാധിക്കുന്നത് കൃഷ്ണന് മാത്രമാണ് അല്ലേ. ആലോചിച്ചോ, അടുത്ത് വന്നു, സുഖല്ലേ പ്രലംബാസുര എന്ന് മനസ്സിൽ ചോദിച്ചു. നിനക്കിനിയിപ്പോൾ അധികം സമയമില്ലല്ലോ, ഞാൻ ശരിയാക്കി തരാം, നിനക്ക് ഞാൻ മോക്ഷം തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി മെല്ലെ ചിരിച്ചാൻ വിശ്വഭാവനൻ. മായവും കൊണ്ടണഞ്ഞോനെ മാനിച്ചു മധുസൂദനൻ. ആഹാ, മായവും കൊണ്ടണഞ്ഞോനെ മാനിച്ചു ഓ, നീ ആൾ ഗംഭീരനാണല്ലോ. എൻ്റെ മുമ്പിൽ മായാധിപനായിരിക്കുന്ന എൻ്റെ മുമ്പിൽ മായ പ്രവർത്തിച്ച് നിനക്ക് എന്നെ പ്രതിരോധിക്കാമെന്ന് മനസ്സിൽ നീ കരുതിയിട്ടുണ്ടെങ്കിൽ നീ ബഹുമാന്യനാണ്. സല്യൂട്ട്. ഈ സല്യൂട്ട് തന്നെ ഉള്ളൂ കേട്ടോ, എൻ്റെ ജീവൻ പോവാണ്. മായവും കൊണ്ടണഞ്ഞോനെ മാനിച്ചു മധുസൂദനൻ. മിന്നാമിനുങ്ങിനെ അഹസ്കരനെന്നതുപോലവേ, മിന്നാമിനുങ്ങിനെ അഹസ്കരനെന്ന പോലവേ. സൂര്യൻ്റെ മുമ്പിൽ മിന്നാമിനുങ്ങ് വല്ല പ്രസക്തിയുണ്ടോ? ഇല്ല. അതുപോലെ കുളിർമഞ്ഞിൽ കണികയെ കൂരിരുട്ടെന്ന പോലവേ. കുളിർമഞ്ഞിൻ കോടമഞ്ഞിൽ കണികയെ കൂരിരുട്ടെന്ന പോലവേ കളിപ്പാൻ വന്ന കൂട്ടത്തിൽ കൂടി നിന്നോ നിലത്രയും. കുട്ടികൾ 2 ഭാഗത്തും കൂടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് കളിക്കുകയാണ്. അതിൽ ഒരു ഭാഗത്തിൽ പ്രലംബാസുരനും വേഷം മാറി ഗോപവേഷത്തിൽ നിൽക്കുകയാണ്. പ്രീതിഭാവം നടിച്ചും കൊണ്ടേട്ടനോടോതി മാധവൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. എന്താ പ്രീതിഭാവം നടിച്ചു എന്നാ? എന്താ പ്രീതിഭാവം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു പെൺകുട്ടി വീട്ടിൽ പ്രീതി എന്നാ പേര്, തൃശ്ശൂർ മണ്ണുത്തിയിലത്തെ ചെടികൾ വെക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് നമ്മുടെ ഭാഗവത ഭക്തദാസൻ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കൊക്കെ കൊടുത്തു. കുട്ടി ഷെയർ ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി തൻ്റെ പേരിൻ്റെ മഹിമ തനിക്കറിയോ? ഇല്ല. എന്നാൽ പറഞ്ഞുതരാം. പ്രീതിയായിട്ട് ജീവിക്കുക, മമതയായിട്ട് ജീവിക്കാതെണ്ടിരിക്കുക. അപ്പോൾ ഈശ്വരൻ തൻ്റെ ബിസിനസ്സൊക്കെ നേരാക്കി നല്ല വഴിക്ക് എത്തിക്കും. തനിക്ക് കച്ചവടം തന്നിട്ട് നന്നാക്കാനുള്ള പാങ്ങില്ല, സൗകര്യമില്ല. ഈ ഒരു ഉപദേശം ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ഭാഗവതമൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അത് എല്ലാ ദിവസവും തനിക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും വീട്ടിൽ കിട്ടും, തൻ്റെ ഫോണിൽ കിട്ടും. ആ കുട്ടി ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്നായാൽ അങ്കിളിനെ അറിയിക്കണം. എന്താ കാരണം? എന്നാലല്ലേ എനിക്കൊരു എന്താണെന്നാ പറയുക, മനോധൈര്യം
മനോധരില്ലാഞ്ഞിട്ടല്ല, എന്നാലും അനുഭവസ്ഥന്മാർ പറയുമ്പോൾ. അപ്പം അതാണ് പ്രീതിഭാവം നടിച്ചും കൊണ്ട് ഏട്ടനോടോതി മാധവൻ ഉപായമേറും സർവജ്ഞൻ പുതുതായൊരു മാതിരി. ഏട്ടാ, ഞാൻ കളിയിൽ ചില ബൈലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ബൈലോസ്? അത് പറയാം. ഇതുവരെ അദ്ദേഹം അവിടെ കൂട്ടുകാരോട് എക്സിക്യൂട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. 2 കക്ഷികളായിന്നു നിന്നിടാം നമ്മളൊക്കെയും. ഇതുവരെ നമ്മൾ ഒറ്റകക്ഷിയാണ്. ഇന്ന് അങ്ങനെയല്ല, 2 ഭാഗമായിട്ട് നിൽക്കുക. 2 കക്ഷികളായിന്നു നിന്നിടാം നമ്മളൊക്കെയും, ഒരു ഭാഗത്തു ഞാൻ മറ്റേ ഭാഗം നിൽക്കണം ഏട്ടനും. അല്ലേ? പൊടി പൂരാക്കാം. നേതാവായാവിധം പുത്തൻ കളിയാണെന്നു കാടതിൽ. ആ കാട്ടിലെ പുത്തൻ കളിയാണ്. അങ്ങിങ്ങൊളിച്ചു കളിയും ഓടിത്തൊടലും ഉന്തലും. എന്തൊക്കെയാ കളിയിൽ? അങ്ങിങ്ങ് ഓടി ഒളിക്കുക, എന്നിട്ടോ ഒളിച്ചു കളിയും ഓടിത്തൊടലും ഉന്തലും തള്ളലും ചാടലും തമ്മിൽ തല്ലലും തള്ളി വീഴ്ത്തലും. കണ്ടോ? തള്ളി വീഴ്ത്തലും ഒരുവൻ തോൽക്കിൽ അക്കൂട്ടരെല്ലാം മറ്റൊരൊക്കെയും എടുത്തു പൈക്കൾ മേച്ചും കൊണ്ടാലിൻ ചോട്ടിലിറക്കണം. നമ്മൾ ഈ കളിക്കുന്ന സ്ഥലത്ത് ആരാണ് തോറ്റത്? തോറ്റ ആൾക്കാർ ജയിച്ച ആൾക്കാരെ തോളത്ത് കയറ്റിയിട്ട് പൈക്കൾ അവിടെ മേയുണ്ട്, അവിടെ ഒരു ആലുണ്ട്, അതിന് പ്രദർശനം ചെയ്തിട്ട് അവിടെ വയ്ക്കണം. ഏട്ടന് തോന്നി ഇത് എന്തൊരു പെശകുണ്ട്, ഇയാൾ ഇങ്ങനെയൊന്നും പറയാറ് പതിവില്ല. എന്ത് കണ്ടിട്ടാണോ പറഞ്ഞത്? ആർക്കാ മോക്ഷം കൊടുക്കാൻ പോലും ദൈവത്തിനറിയാം. എന്നാലും ഏട്ടൻ എന്നുള്ള നിലയ്ക്ക് അനിയൻ പറഞ്ഞത് പാസ്സാക്കുക എന്നുള്ളതാണ്. ശരി, അങ്ങനെ വെച്ചാൽ അങ്ങനെ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ നേതാവായി ആവിധം പുത്തൻ കളിയാണെന്നു കാടതിൽ അങ്ങിങ്ങൊളിച്ചു കളിയും ഓടിത്തൊടലും ഉന്തലും തള്ളലും ചാടലും എല്ലാം പ്രാസാണേ. തമ്മിൽ തല്ലലും തള്ളി വീഴ്ത്തലും ഒരുവൻ തോൽക്കിൽ അക്കൂട്ടരെല്ലാം മറ്റോരെയൊക്കെയും എടുത്തു പൈക്കൾ മേച്ചും കൊണ്ടാലിൻ ചോട്ടിലിറക്കണം. ഈ രണ്ടാളായി മുന്നിൽ വന്നു കൈപ്പൊക്കി എതിരാളികൾ ചൊല്ലേണം ഇന്ന പക്ഷത്തിൽ നിൽക്കാം ഞാനെന്നുറക്കവേ. അതായത് നോക്കൂ, ഭഗവാൻ ഭയങ്കര ട്രാൻസ്പെറൻ്റാണ് എല്ലാ കാര്യത്തിലും. ധവളപത്രമേ ഉള്ളൂ കയ്യിൽ. ആള് നിറം പച്ചയോ നീല ആയിക്കോട്ടെ, കറുപ്പായിക്കോട്ടെ, സംഗതി ധവളപത്രം. ആര് കേട്ടാലും അതിൽ ഒരു അസഹിഷ്ണുതില്ല. എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഈ രണ്ടാളായി മുന്നിൽ വന്ന് കൈപ്പൊക്കി എതിരാളികൾ ചൊല്ലേണം ഇന്ന പക്ഷത്തിൽ നിൽക്കാം ഞാനെന്നുറക്കവേ. രണ്ടാളണഞ്ഞു വൃഷഭൻ ഭദ്രസേനനും അങ്ങിനെ. അപ്പോൾ വൃഷഭൻ എന്ന് പറയുന്ന ആളും ഭദ്രസേനൻ എന്ന് പറയുന്ന ആളും വന്നു. പെട്ടെന്ന് വൃഷഭൻ ചൊല്ലി, കൃഷ്ണപക്ഷത്തിലാണു ഞാൻ. അണഞ്ഞാൻ എത്രയും വേഗം സീതാമാവും പ്രലംബനും തൃണാവർത്തനെയും ഞെക്കിക്കൊന്നോനാണിവനാകയാൽ. തൃണാവർത്തനെയും ഞെക്കിക്കൊന്നോനാണിവനാകയാൽ എടുത്തോടാൻ വിഷമം എന്നുള്ളിൽ ഓർത്ത് അതിബുദ്ധിമാൻ. ഇവനെ എടുത്ത് ഓടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവൻ്റെ പക്ഷത്ത് നിൽക്കുക. എന്നാൽ എന്തുണ്ട്? തോറ്റാലും ഏട്ടനെ ബലരാമനെ എടുത്ത് ഓടിയാൽ മതിയല്ലോ. പ്രശ്നമുണ്ടോ? തൃണാവർത്തനെയും ഞെക്കി കൊന്നോനാണിവനാകയാൽ എടുത്തോടാൻ വിഷമം എന്നുള്ളിലോർത്ത് അതിബുദ്ധിമാൻ. ആരാ അതിബുദ്ധിമാൻ? ലോകത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ശ്രീകൃഷ്ണനാണ്. അത് ഈ വിഡ്ഢിയാസുരന് അറിയില്ല. പ്രലംബൻ വിചാരിക്കണത് ഞാൻ കംസമന്ത്രിയാണ്, എനിക്കാണ് അതിബുദ്ധി ഉള്ളതെന്ന്. അപ്പോൾ ഉള്ളിലോർത്ത് അതിബുദ്ധിമാൻ പ്രലംബനോദിനാനാദ്യം ഞാനും കൃഷ്ണൻ്റെ പക്ഷമാം. പോരെ, ഞാനും കൃഷ്ണൻ്റെ പക്ഷമാം ഭക്താവതം സമാം ശ്രീരാമോട് അജിതനെത്രയും. അജിതൻ ഭഗവാൻ പറഞ്ഞു, ശ്രീരാമനോട് പറഞ്ഞേ, തോറ്റുപോകെ അകക്കാമ്പിൽ അത്ഭുതപ്പെട്ടു സർവരും പ്രലംബനോർത്താൻ തോറ്റെന്നു നടിക്കാം ഇതുപോലെ ഞാൻ. നോക്കൂ,
തോറ്റുപോകെ അകക്കാമ്പിൽ അത്ഭുതപ്പെട്ടു സർവരും പ്രലംബനോർത്താൻ തോറ്റെന്നു നടിക്കാം ഇതുപോലെ ഞാൻ എങ്കിലും കരുതി തന്നെ ബലനോടേറ്റ കശ്മലൻ നടിക്കൽ മാത്രമായില്ല തോൽക്കയെ ചെയ്തു ദാനവൻ. അപ്പോൾ ബലരാമനും ഇദ്ദേഹം കൂടിയിട്ടാണ് പിന്നെ യുദ്ധം ഉണ്ടായത്, അതായത് പിടിച്ചുപറി ഉണ്ടായത്. അപ്പോൾ സത്യത്തിൽ ഇയാൾ തോറ്റു. അപ്പോൾ ഇവനെന്ത് വേണം? ബലരാമനെടുത്ത് ഓടണം. അപ്പോൾ ഇയാൾ എന്താ വിചാരിച്ചത്? തൃണാവർത്തനെ നെക്കിക്കൊന്ന് ഭഗവാന് എടുത്ത് ഓടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഗതിവിധികളൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സന്ദർഭം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കൃഷ്ണപക്ഷത്ത് ചേർന്നത്. പക്ഷേ കളിയിൽ തോറ്റു, ശരിക്കും തോറ്റു. അപ്പോൾ ഇനി ബലരാമനെ എടുത്ത് ഓടണം. അപ്പോഴേക്കും ഭഗവാൻ സ്വപ്നം കൊടുത്തു കഴിഞ്ഞു, ഇവൻ ആള് പെശകാണ്, കഥ കഴിച്ചിരിക്കുമെന്ന്. അതാണ് പറഞ്ഞത്, നടിക്കൽ മാത്രമായില്ല എന്നാ, തോൽക്കുകയെ ചെയ്തു ദാനവൻ. അപ്പോൾ എനിക്ക് 3 അക്ഷരം അവിടെ എഴുതേണ്ടി വന്നു, ഓ മൈ ഗോഡ്, OMG അല്ലേ? അപ്പോൾ അതിബുദ്ധിമാൻ്റെ ബുദ്ധി എവിടെ പോയി? തോളിൽ കരേറ്റിനാൻ വേഗം ശ്രീതാമാവിനെ മാധവൻ ശ്രീകൃഷ്ണൻ. ശ്രീതാമാവ് തോറ്റു. അപ്പോൾ ഭഗവാൻ തോറ്റുല്ലോ, ശ്രീതാമാവിനെ തോൾ കയറ്റി. ഭദ്രസേനൻ വൃഷഭനെ, പ്രലംബൻ ബലദേവനെ, പ്രലംബൻ ആര്യനെ ബലദേവനെ തോൾ കയറ്റി. കൃഷ്ണൻ തോറ്റെന്നു രാമൻ്റെ കൂട്ടുകാരെതിരാളികൾ പൊൻകൈവളയണി കൈകൾ പൊക്കിയും കൊണ്ടുറക്കവേ. ഈ സ്വർണ്ണവളക്കെട്ടിട്ടുള്ള മണിക്ക് കിലിക്കും കൊണ്ട് അവർ പറഞ്ഞു, കൃഷ്ണൻ തോറ്റെന്നും രാമൻ്റെ കൂട്ടുകാരെതിരാളികൾ പൊൻകൈവളയണി കൈകൾ പൊക്കിയും കൊണ്ടുറക്കവേ. പിന്നാലെ ആർത്തുകൊണ്ടോടി. ഈ കുട്ടികളെ എടുത്തിട്ടുള്ള പോകുമ്പോൾ അവരെ കൂക്കി വിളിച്ച് പിന്നാലെ ഇവർ ഓടി. പിന്നാലെ ആർത്തുകൊണ്ടോടി മടങ്ങി മിക്കവറുകളും മെല്ലെ മെല്ലെ നടന്നും കൊണ്ടാൻ മരിച്ചോട്ടിലെത്തവേ. ഒരൊറ്റ ഓട്ടം അസുരൻ തുടർന്നാൻ. അവിടെ ഇറക്കിയല്ലേ വേണ്ടത്? ഇറക്കിയില്ല, ഒരൊറ്റ ഓട്ടം. കുട്ടികളൊക്കെ പല കുട്ടികളും ശ്രീകൃഷ്ണൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വരികയും ചെയ്തു. ഒരൊറ്റ ഓട്ടം അസുരൻ തുടർന്നാൻ ബലദേവനെ തോളിലേറ്റി ഞെരുക്കിക്കൊണ്ടുയരും പർവ്വതോപമൻ. കുട്ടീനെങ്ങനെ ഞെരുക്കിയിട്ട് പർവ്വതാകാരത്തെ സ്വീകരിച്ച് ആകാശത്തിലേക്ക് ഇങ്ങോട്ട് ഉയർന്നു. അറിഞ്ഞില്ല അന്ന് അന്തകനയേറ്റിയാം പോവതെന്നവൻ. അറിഞ്ഞില്ല അന്ന് അന്തകനെ, പ്രലംബൻ്റെ അന്തകനെ ഏറ്റിയിട്ടാണ് മേലോട്ട് ഉയർന്നതെന്ന് മനസ്സിലാക്കിയില്ല എന്ന്. കടിച്ചതിനും കാളിലും വലുതാ മടയിലതാ. കൃഷ്ണനാണെങ്കിൽ ഇത്രൻ്റെ പ്രശ്നമില്ല. ബലരാമൻ ആരാ? ഈ ഭൂമിയെ മുഴുവൻ ഒരു കടുകുമണി പോലെ തൻ്റെ 1000 ഫണങ്ങളിൽ ഒന്നിൽ വെച്ചിട്ടുള്ള ആളാണ്. അറിഞ്ഞില്ല അന്ന് അന്തകനെ ഏറ്റിയാം പോവതെന്നവൻ. വിനാശകാലത്ത് ആ മട്ടിൽ തന്നെയാം മഞ്ഞിലേവനും. നമ്മൾക്കൊരു ഉപദേശം തരാണ്, വിനാശകാലേ വിപരീത ബുദ്ധി എന്നാ. വിനാശകാലത്തിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവരവർ പറഞ്ഞത് 1 വട്ടം 2 വട്ടം 3 വട്ടം. വിനാശകാലത്ത് ആ മട്ടിൽ തന്നെയാം മഞ്ഞിലേവനും ഭാരം സഹിക്ക വയ്യാതായപ്പോൾ. ആരുടെ ഭാരം? ബലരാമൻ്റെ ഭാരം സഹിക്ക വയ്യാതായപ്പോൾ അന്നു തന്നുടൽ പൂണ്ടവൻ മഴക്കാലത്തു കാർമേഘം കാറ്റിലോടുന്ന മാതിരി. മഴക്കാലത്തെ കാറ്റിൻ്റെ ഗതിക്ക് കാർമേഘങ്ങൾ ഇവിടെ പെയ്യേണ്ട മഴ വേറൊരു സ്ഥലത്ത് പോയി പെയ്യും. കറുത്തിരുണ്ട് മേഘങ്ങൾ വന്നാൽ വിചാരിക്കും ഓ നല്ല മഴ കിട്ടിയെന്ന്. എവിടെ? കാറ്റ് കൊണ്ടുപോയി. അതേപോലെ ഭാരം സഹിക്കാതെ വയ്യാതായപ്പോൾ തന്നുടൽ പൂണ്ടവൻ മഴക്കാലത്തു കാർമേഘം കാറ്റിലോടുന്ന മാതിരി മിന്നി പൊൻചങ്ങല അണിഞ്ഞുരുളിൻ നിറമാർന്നവൻ. മിന്നി പൊൻചങ്ങല അണിഞ്ഞരുളിൻ ഇരുളിൻ നിറമാർന്നവൻ
മിന്നലേന്തിയവാർ കൊണ്ടൽ എന്തു ചൂടിയ മാതിരി. മൈ ഗുഡ്നസ്, എന്താ ഒരു ഉപമ! മിന്നലേന്തിയവാർ കൊണ്ടൽ എന്തു ചൂടിയ മാതിരി. നല്ല കറുത്ത സമയത്ത് ഇല്ലേ, കറുത്ത മേഘത്തിൽ നിന്ന് പുറത്തു വരുന്ന ചന്ദ്രൻ്റെ പ്രഭ എങ്ങനെയുണ്ട്? അതേപോലെ ഇന്ദു ചൂടിയ മാതിരി. ഇന്ദു എന്ന് പറഞ്ഞ ചന്ദ്രൻ. ചെമ്പിച്ച മുടിയും വട്ടക്കണ്ണും നീണ്ടുള്ള ദംശയും പെട്ടെന്ന് കാണുകയാൽ ഒന്ന് ഞെട്ടിനാൻ അച്യുതാഗ്രജൻ. എടാ ഇതെന്തപ്പിന്ന് അനിയൻ എനിക്ക് ദോഷം ചെയ്യില്ല എന്ന് എനിക്കറിയാം. ലീലാവിനോദാണ് ഇനിയിപ്പോൾ എന്നെ എന്തിനാ ഇപ്പോൾ പ്രേരിപ്പിക്കണതെന്ന് എനിക്കറിയില്ല. ചെമ്പിച്ച മുടിയും വട്ടക്കണ്ണും നീണ്ടുള്ള ദംശയും പെട്ടെന്ന് കാണുകയാലൊന്നു ഞെട്ടിനാൽ അച്യുതാഗ്രജൻ. അച്യുതൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബലർസ്വാമി ഒന്ന് ഞെട്ടി. ഉടൻ പൊൻകാപ്പണി തൃക്കൈ ചുരുട്ടി അസുരേന്ദ്രനെ മൂർധാവിലൊറ്റ അടിയാൽ അണച്ചാനന്ദകാലയം. പിന്നെ ആലോചിച്ചില്ല. അനിയൻ ചിലപ്പോൾ എനിക്കൊരു സന്ദർഭം തരാവും. എപ്പോഴും പൂതനേനെ കൊന്നു, തൃണാവർത്തനെ കൊന്നു, സകടാസുരനെ കൊന്നു. എന്നാൽ എനിക്കൊരു സന്ദർഭം തന്നതാവും. ഹാറ്റ്സ് ഓഫ് ടേക്കും. എത്രയായാലും എൻ്റെ അനിയനല്ലേ, ഞാൻ തോൽക്കണത് കാണാൻ ഇഷ്ടമില്ലല്ലോ. ഇന്ന് പറഞ്ഞ് ഒരൊറ്റ ഇടി പ്രലംബൻ്റെ കഥ കഴിഞ്ഞു. ഉടൻ പൊൻകാപ്പണി തൃക്കൈ ചുരുട്ടി അസുരേന്ദ്രനെ മൂർധാവിലൊറ്റ ഇടിയാലണച്ചാൻ അന്ധകാലയം. യമാലയത്തെ കഴിച്ചു. മുഖത്തും മെയിലും ചോര കൊലിക്കും ഘോരദാനവൻ ഉറക്കെ എന്തോ ശബ്ദിച്ചും കൊണ്ടു വീണു ഇളകാതെയായി എന്ന് പറഞ്ഞാൽ പരലോകം പ്രാപിച്ചു. ഉടൻ ചിരിച്ചു കൊണ്ടോടി വന്നിടും ബലരാമനെ അത്ഭുതപ്പെട്ടു നോക്കിക്കൊണ്ട് അഭിനന്ദിച്ചു സർവരും. എന്താ ആ ഒരു ഡ്രാമ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരു പുല്ലായിട്ട് അവിടെ ഉണ്ടാവണം. ഉടൻ ചിരിച്ചു കൊണ്ടോടി വന്നിടും ബലരാമനെ അത്ഭുതപ്പെട്ടു നോക്കിക്കൊണ്ട് നന്ദിച്ചു സർവരും. ജയ് ജയ് വിളിച്ചു. പ്രലംബൻ അതിബലശാലി ആവിധം നിലംപതിച്ച് ഉടൻ ഉയിർ വിട്ടു നിൽക്കവേ നിലിംബർ തൻ പുതുമലർ മഞ്ജുവൃഷ്ടി അറ്റ് അലമ്പൻ തെളിവോട് മിന്നി മഞ്ഞതിൽ. എന്തപ്പം ഉണ്ടായത്? 47 കൂടി ഞാനൊന്ന് വെച്ച് കീറി അതന്നെ. ഇത് നല്ല നിലയ്ക്ക് അങ്ങോട്ട് അവസാനിച്ചിട്ട് ഭാഗവതം മൂലം എനിക്ക് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പല്ലൊക്കെ കൊഴിഞ്ഞ് ശബ്ദം പോണതിൻ്റെ മുമ്പ് ഭഗവാൻ എന്താ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന, നമ്മളൊരു കുരങ്ങാണല്ലോ, നമ്മളെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. നമ്മൾ പിടിച്ചുകൊണ്ടിങ്ങനെ പോവന്നെ, വേറെ നിവൃത്തിയൊന്നുമില്ല. ഉടൻ ചിരിച്ചുകൊണ്ട് ഓടി വന്നിടും ബലരാമനെ അത്ഭുതപ്പെട്ടു നോക്കിക്കൊണ്ട് നന്ദിച്ചു സർവരും. പ്രലംബൻ അന്ന് അതിബലശാലിയാം വിധം നിലംപതിച്ചോട് ഉയിർ വിട്ടു നിൽക്കവേ നിലംബർ തൻ പുതുമലർ. ദേവന്മാർ ദേവലോകത്തുനിന്ന് പുതുമലർ പുതിയ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ട് മഞ്ജുവൃഷ്ടിയേറ്റ് അലമ്പൻ തെളിവൊടു മിന്നിമ. അലമ്പൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അലമ്പില്ലാത്തവരുടെ അർത്ഥം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികന്മർഷനാശനെ ലീലാകാണ്ഡേ ഏകോനഷഷ്ടിത സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർത്താം. അപ്പോൾ 567 കേട്ടോ തുടങ്ങിയത്. അപ്പോൾ ഇനി ഇവിടെ 568. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.